നമ്മൾ ഈ മട്ടാഞ്ചേരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട് അല്ലേ? അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുണ്ട്. അപ്പം ഈ മട്ടാഞ്ചേരി എന്നുള്ള പേര് എങ്ങനെ കിട്ടിയെന്ന് ആർക്കെങ്കിലും അറിയാവോ? അപ്പം എൻ്റെ അറിവിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. 5 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് പറയപ്പെടുന്നത്, ഇതിൽ 5 കാര്യങ്ങളിൽ ആർക്കൊരു ഏകാഭിപ്രായം വന്നിട്ടില്ല. അപ്പോൾ 5 കാര്യങ്ങൾ ഞാൻ പറയാം. അതിലൊന്നാമത്തത് അഞ്ചേരി മഠം എന്നൊരു നമ്പൂതിരിയില്ല ഉണ്ടായിരുന്നു അവിടെ മട്ടാഞ്ചേരി പണ്ട്. അപ്പോൾ ഈ വിദേശികളായ കച്ചവടക്കാരവിടെ വരുമ്പോൾ അവർക്ക് അഞ്ചേരി മഠം എന്നൊരു ഇംഗ്ലീഷ്, അവരുടെ ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് പെട്ടെന്ന് വിളിക്കാനുള്ള ഒരു പ്രയാസം കൊണ്ട് അവർ മട്ടം അഞ്ചേരി എന്ന് വിളിച്ചു തുടങ്ങി. അതിന് മട്ടം മഞ്ചേരി പിന്നീട് അങ്ങനെ പോയി മട്ടാഞ്ചേരിയായി എന്നാണ് ഒരു മിത്ത്. രണ്ടാമത് വന്നിട്ട് മത്താഞ്ചർ എന്ന് പറയും. മത്താഞ്ചർ എന്നാൽ ഒരു അറബി വാക്കാണ്. അതായത് അറബികൾ പൊതുവെ കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു പ്രദേശം, മാളുകൾ, കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഏരിയ മത്താഞ്ചർ എന്നാണ് പറയുന്നത്. ഈ അറബികൾ കൊച്ചിയിൽ കച്ചവടത്തിന് വരുന്നവരാണല്ലോ. അവർ വന്ന മത്താഞ്ചർ എന്ന് പറഞ്ഞ് ആ പേര് മത്താഞ്ചേരിയായി മാറി എന്നും പറയപ്പെടുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് മത്താന എന്ന് പറയും. മത്താന ഒരു ഹീബ്രു ഭാഷയാണ്. അതായത് പണ്ട് ഇവിടെ ജൂതന്മാരുണ്ടായിരുന്നല്ലോ, ജൂതന്മാരും വരുവാണ്. അറബികളുടെ കൂടെ തന്നെ ജൂതന്മാരും മട്ടാഞ്ചേരി കൊച്ചി ആ ഒരു ഭാഗത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മത്താന എന്ന് പറയുന്നത് ദാനം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കൊച്ചി രാജാവ് ഈ ജൂതന്മാർക്ക് ദാനം കൊടുത്ത സ്ഥലമാണ് മട്ടാഞ്ചേരി. അതുകൊണ്ട് അവർ മത്താന എന്നുള്ള ഒരു വാക്ക് പരിണമിച്ച് മട്ടാഞ്ചേരി ആയതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ മട്ടുണ്ട് ചെളി, അത് അടിഞ്ഞു കൂടുന്ന സ്ഥലം എന്നും പറയുന്നുണ്ട്. വൃത്തിയായിട്ട് അറിയില്ല. അത് മട്ടും ചേരിയും കൂടി ചേർന്ന് മട്ടാഞ്ചേരിയായെന്ന് പറയുന്നുണ്ട്. അഞ്ചാമത്തത് അവിടെ ഇഷ്ടംപോലെ ആടുകളുണ്ടായിരുന്നു. ഇവിടുത്തെ ഇഷ്ടംപോലെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ആ ഒരു ഏരിയ കൂടെ നടക്കുന്ന നിറച്ച ആടുകളാണ്. ഈ ആടിൻ്റെ വ്യാപാരം, ആട്ടിറച്ചിയുടെ വ്യാപാരം നല്ലോണം ഉണ്ടായിരുന്നു അവിടെ. അതായത് ഈ വിദേശികളും മറ്റേ സ്വദേശികളും എല്ലാവരും കൂടി നല്ല ആട്ടിറച്ചി കിട്ടുന്ന സ്ഥലം വരുന്നത്. അപ്പം മട്ടൻ എന്നുള്ള വാക്കും, മട്ടനാട്, ചേരി പ്രദേശം, അതായത് മട്ടൻ കൂടുതൽ കിട്ടുന്ന ഒരു ചേരി പ്രദേശമായതുകൊണ്ട് മട്ടൻ ചേരി എന്നുള്ളൊരു വാക്ക് അവിടെ വന്നു. അത് പരിണമിച്ചാണ് ഈ മട്ടാഞ്ചേരി ആയതെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു മിത്താണ്, ഇതൊക്കെ ഒരു പറച്ചിലാണ്. ഇത് കൃത്യമായിട്ടൊരു അഭിപ്രായമില്ല. ഇനി നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് രേഖപ്പെടുത്തുക കമൻറ്റിൽ. ഏതാണ് ശരിയെന്നുള്ളത്, മട്ടാഞ്ചേരിക്കാർ പേര് വരാൻ കാരണം എന്താണെന്ന്